നരേന്ദ്രമോദിയുമായുള്ളൊരു ബന്ധം എങ്ങനെയാണ്? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷമല്ല ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും. നരേന്ദ്രമോദിയെ ഞാൻ ആദ്യമായി കാണുന്നത് 1992 നമ്മുടെ ഏകത യാത്ര, അന്നത്തെ ആൾ ഇന്ത്യ പ്രസിഡന്റ് നമ്മുടെ ജോഷിജി നയിച്ച ഏകത യാത്ര നടക്കുന്ന സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആ യാത്ര കടന്നു പോകുന്നു. അത് MC റോഡ് വഴിയാണ് അത് കടന്നു പോകുന്നത്. അത് പാറശാല മുതൽ കളിയിക്കാവള മുതൽ നമ്മുടെ മഞ്ചേശ്വരം വരെ ഈ യാത്ര കടന്നുപോയി. ആ കടന്നുപോയ സമയത്ത് ആ യാത്രയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. കാരണം അന്ന് യുവമോർച്ചയായിരുന്നു ഞാൻ. യുവമോർച്ചയുടെ വോളണ്ടിയേഴ്സിനാണ് ആ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ആ പരിപാടിയെ സംഘടിപ്പിക്കുവാനും പരിപാടിയിൽ ഉടനീളം യാത്ര ചെയ്യുവാനും വോളണ്ടിയേഴ്സിൻ്റെ ചുമതല എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 92 കളിയിക്കാവളയിൽ നിന്നും അന്ന് പാർട്ടിയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി നമ്മുടെ PP മൂന്നേട്ടനായിരുന്നു. രാംപിള്ള സാറാണ് സംസ്ഥാന പ്രസിഡന്റ്. ആ സമയത്ത് ആദ്യമായി കാണുന്ന കളിയിക്കാവള വെച്ചിട്ട് ഒരു താടി വെച്ച ഒരു കൊച്ചു പയ്യൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു വെളുത്ത അംബാസഡർ കാർ, അതിൽ മൂന്തേട്ടനും കൂടെ ഉണ്ടായിരുന്നു. മൂന്തേട്ടൻ നമ്മളെ വോളണ്ടിയേഴ്സിൻ്റെ ഫ്രണ്ടിലാണ് ഈ വാഹനം പോകുന്നത്. ജോഷിജി അതുപോലെ തന്നെ ഈ മൂന്തേട്ടനും നമ്മുടെ നരേന്ദ്രമോദിജിയുള്ള വാഹനം, അതിന് പിന്നിൽ നമ്മളെ വോളണ്ടിയേഴ്സ് ജീപ്പായിരുന്നു. ഞങ്ങളൊരു ജീപ്പ്, നമ്മളൊരു 10-12 പേരടങ്ങുന്ന ഒരു വണ്ടിയിലായിരുന്നു യാത്ര. കളിയിക്കാവളയിൽ നിന്ന് ആരംഭിച്ചു. അത് ഏകദേശം എല്ലാ ഈ MC റോഡ് വഴി കടന്നു പോകുന്ന സമയത്തൊക്കെ അങ്കമാലിയിലൊക്കെ എത്തുന്ന സമയത്ത് വളരെ ഭയങ്കരമായ ജനസമുദ്രമായിരുന്നു ആ സമയത്ത്. അപ്പോൾ വാഹനത്തുനിന്ന് ചാടി ഇറങ്ങി നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തോളിൽ തട്ടി, ഇന്നത് അവിടെ പോയി 5 പേര് നിൽക്കണം, ഇവിടെ പോയി 5 പേര് നിൽക്കണം, അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ മൂന്തേട്ടനോടൊപ്പം യാത്ര ചെയ്ത്, അന്നൊന്നും നമുക്കറിയില്ല ഇതൊരു ഇദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാകുമെന്നോ അല്ലെങ്കിൽ നമ്മളേതോ ഒരു പാർട്ടിയുടെ ഒരു ചുമതലപ്പെട്ട ആൾ, അന്ന് അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ആ സമയത്താണ് ആ യാത്രയുമായി ബന്ധപ്പെട്ട് എനിക്ക് കാണുവാൻ സാധിച്ചത്. ആ യാത്രയിലുടനീളം രാത്രി ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്, അന്നൊരു ടീമായിരുന്നു. ഞങ്ങളൊക്കെ ഒരു ആഹാരം കഴിച്ചോ കഴിച്ചില്ലെന്ന് അന്വേഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴും ആ സമയത്തും നരേന്ദ്രമോദിയെ ഇന്ന് കാണുന്നത് പോലെ ഉള്ളതൊന്നും എനിക്കറിയില്ല. ഇത് ഇന്ന ആളാവാൻ പോകുന്നൊന്നും അറിയില്ല. ഒരു സംഘടനാ ചുമതലയുള്ള ആൾ ഡയറക്ഷൻ ചെയ്യുന്നു, മൂന്തേട്ടൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത് മാത്രമേ നമുക്കറിയാവുള്ളൂ. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് കോയമ്പത്തൂർ എത്തുന്ന സമയത്ത് വാളയാറാണ് നമ്മളെ പോയിന്റ്. വാളയാറിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഈ വോളണ്ടിയേഴ്സ് പിൻവലിയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ തമിഴ്നാടിൻ്റെ വോളണ്ടിയേഴ്സാണ് അവിടെ വരേണ്ടത്. അങ്ങനെ വാളയാർ എത്തിയ സമയത്ത് തമിഴ്നാടിൻ്റെ വോളണ്ടിയേഴ്സ് അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ തോളിത്തട്ടി എല്ലാവരും തട്ടി നമസ്കാരമൊക്കെ പറഞ്ഞ് മൂന്തേട്ട എല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ആ വെള്ള വാഹന അംബാസഡർ കാറിൽ അവർ യാത്ര ചെയ്ത് ഞങ്ങൾ ജീപ്പുമായിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. തീർച്ചയായിട്ടും ആ അനുഭവം ജീവിതത്തിൽ, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു അത്. തീർച്ചയായിട്ടും അത് 34 വർഷം അദ്ദേഹത്തിന്. അന്നും ഞാനത് നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഞാൻ ആനയുടെ വലിപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹമായിരുന്നല്ലോ നമ്മളെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. ഏകദേശം 4 ദിവസം 3-4 ദിവസം ഉണ്ടായിരുന്നു. ലോക നേതാവെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇന്ന് ലോകത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ രക്ഷകൻ, ലോക ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആ ഭാരതത്തെ നയിക്കുന്ന മഹത് വ്യക്തി. തീർച്ചയായിട്ടും ഒരിക്കലും നമുക്കത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവിടെയല്ലേ തലകുനിക്കുന്നത്, അവർക്കൊന്നും പറയാൻ പറ്റാത്തതല്ലേ. അതുകൊണ്ടാണ് നമ്മളെ ഇനിയും എത്രയോ വർഷം ഇനിയും നമ്മുടെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി, അതുപോലെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ത്യ ഗവൺമെൻറ് ഇവരുടെ കയ്യിലിരിക്കണമെന്ന് ഏതൊരു രാഷ്ട്രീയ പാർട്ടി പോലും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്.